തേജുട്ടുണ്ടല്ലോ ക്ലാസ്സിൽ പോണേൻ്റെ 3ാമത്തെ ദിവസമാണ് ഇട്ടൊന്ന്. ഈ ഒരു ദിവസം തുടങ്ങിയിട്ട് ചെറുതായിട്ടൊരു മടിയുണ്ട്, ഒരു വിഷമം പോകുമ്പോൾ. ഫസ്റ്റ് ഡേയിലൊന്നും ഒരു വിഷമം ഉണ്ടായിരുന്നില്ല കേട്ടോ, ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷേ ഓരോ ദിവസം കൂടുന്നവരും ചെറിയൊരു വിഷമം. ഈ ഒരാഴ്ച എന്തായാലും ഈ ഒരു വിഷമം ഉണ്ടാവും, പിന്നെ ഒന്ന് ചെന്ന് സെറ്റ് ആയതിനു ശേഷം റെഡി ആവുള്ളൂ കേട്ടോ. പിന്നെ കുറച്ച് പേര് ചോദിച്ചു ക്രോക്സ് സ്കൂളിലേക്ക് ഇടാൻ പറ്റുമെന്നത്. സ്കൂളിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ് കേട്ടോ, അവർക്ക് യൂണിഫോമിന് ക്രോക്സ് ആണ് അവിടെ നിന്ന് കിട്ടുക. അപ്പോൾ അതാണ് കേട്ടോ. പിന്നെ ഇതേ നമ്മൾ ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇത് മഴ പെയ്യുന്നുണ്ടോ ചോദിച്ചാൽ പെയ്യുന്നുണ്ടെന്നും പറയാൻ പറ്റുന്നില്ല, പക്ഷെ പെയ്യണില്ലേ ചോദിച്ചാൽ പെയ്യണില്ല എന്നും പറയാൻ പറ്റില്ല. ആ ഒരു രീതിയിലുള്ള മഴയായിട്ട് നമ്മളതിനെ വെറുതെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ഒരു മഴ പെയ്യില്ലേ, അങ്ങനെ. തേജു ആണെങ്കിൽ കുട നനയ്ക്കാണ്ട് കൊണ്ടുപോകണം എന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു. പക്ഷേ മഴ പെയ്ത കാരണം കുട്ടി കുടയൊക്കെ നിവർത്തിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് നേരം കാത്തു നിന്നോട്ടോ, മഴ എങ്ങാനും കുറഞ്ഞാലോ എന്ന് വിചാരിച്ചിട്ട്. ആ കാത്തുനിപ്പിൽ ഇതേ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഞങ്ങൾ വേഗം റോട്ടിലേക്ക് ഓടിക്കേറി. സാധാരണ നമ്മൾ അപ്പുറത്ത് നാട്ട വണ്ടി കയറാറ്, പക്ഷേ വണ്ടി വന്ന സ്ഥിതിക്ക് നമ്മൾ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കയറിയിട്ട് അങ്ങനെ തേജുവിനെ കയറ്റി വിട്ടതിന് ശേഷം ഞാനിതേ ചായ കുടിക്കായിരുന്നു. പുട്ടും നല്ല അടിപൊളി കടലക്കറിയും കാപ്പിയൊക്കെ കൂട്ടിയിട്ടാണ് കഴിക്കണത്. പിന്നെ വിൻഷേട്ടതേ പൂവ് അവിടെ പുറപ്പെടുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ എന്നോട് പറയുന്നുണ്ട് കേട്ടോ. അപ്പം അതിനുള്ള മറുപടി ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കട്ടെ ഞാൻ. പിന്നെ വിൻഷേട്ട് ഇറങ്ങേണ്ട നേരത്തും മഴ. കറക്റ്റ് രണ്ടുപേരും ഇറങ്ങേണ്ട നേരത്തായിട്ട് ഈ ഒരു ചാറ്റിൽ മഴ വരണത്. തേജുവിന് വണ്ടി കയറ്റി വിട്ടപ്പോൾ മഴ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കറക്റ്റ് ഇതേ വിൻഷേട്ട് ഇറങ്ങാൻ നിൽക്കുന്ന നേരത്ത് ചാറി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ വിൻഷേട്ടിനും അതേട്ടോ റെയിൻകോട്ട് ഇട്ട് പോകാൻ ഭയങ്കര മടിയാണ്. വേറെ ഒന്നല്ല, ഈ ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും ആകെ നനഞ്ഞ് വൃത്തികേടാവുമല്ലോ. ഈ മഴയത്ത് ബൈക്കുമ്പോൾ പോകാന്ന് പറഞ്ഞ എളുപ്പമുള്ള കാര്യമല്ല. അങ്ങനെ അതേ വിൻഷേട്ടിനും പോയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഗേറ്റൊക്കെ അടച്ച് എൻ്റെ കലാപരിപാടികളിലേക്ക് കിടന്നു കേട്ടോ. എനിക്കിന്ന് വലിയ പണിയൊന്നുമില്ല കേട്ടോ. കടിച്ച പാത്രങ്ങളും ഫുഡിൻ്റെ എല്ലാ വെപ്പും കഴിഞ്ഞുകൊണ്ട് എനിക്ക് കിച്ചണിൽ ഇനിയൊന്നും കയറേണ്ട ആവശ്യമില്ല. കിച്ചണൊന്ന് ഒതുക്കിയിട്ട് കഴിഞ്ഞാൽ എൻ്റെ ഒരു വിധമൊക്കെ ഒതുങ്ങിയിട്ടാ. പിന്നെ അടിച്ചൊരു തുടക്കി അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുള്ളൂ. ഗ്യാസ് സ്റ്റവ് ഉണ്ടല്ലോ, ഞാൻ ആദ്യം ഒരു സ്പോഞ്ച് വെച്ചിട്ട് കഴുകും. അതിനുശേഷം ഒരു തുണി കൊണ്ട് തുടക്കട്ടോ, തുണി നനച്ചിട്ട് പിന്നെ ഞാനൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ടും കൂടി തുടയ്ക്കും. അപ്പം ഇങ്ങനെ നന്നായി വെട്ടിത്തിളങ്ങി കിടക്കും. അങ്ങനെയായിട്ട് ഞാൻ സ്റ്റവ് ക്ലീൻ ആക്കാറ്. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് ആ കൊട്ടത്താളം ഒന്ന് അരച്ച് കഴുകി തുടച്ച് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ സ്ലാബ് മൊത്തം ക്ലീനായി കിച്ചൺ ഒരുവിധമൊക്കെ സെറ്റ് ആയിട്ടുണ്ടാവും. ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടും ടൈം പോണൊരു പണിയും കൂടിയാണ് കേട്ടോ നമ്മുടെ ഈ കുക്കിംഗ് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ്. എന്നാൽ കുക്കിങ്ങിന് ഇത്ര പണിയില്ലെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ഏറ്റവും കൂടുതൽ പണി ക്ലീനിങ്ങിനാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിയുന്നതിന് ശേഷം അവിടെയും കൂടി ഞാൻ തുടച്ച് വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഞാനിട്ടിരിക്കുന്ന ഈ നൈറ്റിയുടെ ലിങ്ക് വേണമെന്നുള്ളത് ഞാൻ റൈറ്റ് സൈഡിൽ കൊടുക്കാട്ടോ. അതിന്റെ വേറൊരു കളർ ചേഞ്ച് ബ്ലൂ ഞാൻ മുന്നത്തെ വീഡിയോസിലും ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞാൽ ഇനിയുള്ള പണി എന്ന് പറയുന്നത് ലോഡൊന്ന് അടിച്ചോര് തുടച്ചിടുക കേട്ടോ. മഴ പെയ്ത കാരണം ഉമ്മറത്ത് ചെറിയ രീതിക്ക് വെള്ളം തെറിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ നമ്മുടെ മുന്നത്തെ പോലെ ചളി മണ്ണ് ആ വക കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മുടെ മുറ്റം റെഡിയാക്കിയതിന് ശേഷം അതന്നെ വലിയൊരു കാര്യമാണ്. പിന്നെ കുറച്ച് പേര് ചോദിക്കാറുണ്ട് മഴ പെയ്യുമ്പോൾ വെള്ളം മുറ്റത്ത് തങ്ങി നിൽക്കണ്ടോന്ന്. വെള്ളം മുറ്റത്ത് തങ്ങി നിൽക്കണമെന്നില്ല കേട്ടോ. അതൊക്കെ ഒലിച്ച് പോകുന്നുണ്ട്. ഫ്രഷ് ആയിട്ട് തന്നെയാട്ടോ മുറ്റം കിടക്കുന്നത്. പിന്നെ വണ്ടി നമ്മുടെ ഫ്രണ്ടിലിട്ടേക്കുന്നത് എന്താണെന്നറിയോ, എനിക്ക് റൈറ്റ് സൈഡിൽ കാർ പോർച്ച് സെറ്റ് ചെയ്യണേക്കാൾ മുന്നേ അവിടെ ഒന്ന് ക്ലീൻ ആക്കാണ്ട് കേട്ടോ, കലാത്തയുടെ അവിടെയൊക്കെ. അതുകൊണ്ടാണ് ഈ വണ്ടി ഇവിടെ ഇട്ടിരിക്കുന്നത്. പിന്നെ അത് ക്ലീൻ ആക്കിയതിന് ശേഷം എന്തായാലും ഇങ്ങോട്ട് ഇട്ടാൽ പോരെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.